ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിറ്റി എം.ടി.എച്ച്. ഞങ്ങൾ ഇന്നലെ ഒരു നെയ്യ് ഉണ്ടാക്കി. അത് സ്റ്റോറിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒത്തിരി എൻക്വയറീസ് വന്നു. എൻ്റെ പേഷ്യൻസ് തന്നെയാണ് വിളിച്ചത്. അവരെന്നോട് ചോദിച്ചു, ഡോക്ടർ ഈ നെയ്യൊക്കെ കഴിച്ചാൽ അപ്പടി കൊളസ്ട്രോൾ കൂടൂലേ, പിന്നെ ഈ നെയ്യൊക്കെ എന്തിനാ അങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു. പക്ഷെ അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യമായത്. ജനങ്ങളിൽ നെയ്യെന്ന് കേൾക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്ന ഒരു സംഗതിയായിട്ടാണ് അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. നെയ്യുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് ധീ, ഘൃതി, സ്മൃതി ഈ 3 ഇന്റലക്ച്വൽ കപ്പാസിറ്റികളെയും ഉദ്ദീപിപ്പിക്കുന്ന സാധനമാണ്. ശുദ്ധമായ നറുനെയ്യ് ഒരു കാരണവശാലും കൊളസ്ട്രോളിനെ കൂട്ടുന്നതല്ല. ഇപ്പം ജനങ്ങൾ പലരും പാല് കാച്ചുമ്പോൾ പാലിൻ്റെ പാട പോലും ചായയിലെടുക്കാതെ പാട വേവിച്ച് മാറ്റി വെച്ചിട്ട് ആണ് ഞങ്ങൾ അത്ര പോലും കൊളസ്ട്രോൾ ശ്രദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നെയ്യ് എങ്ങനെ കഴിക്കാൻ സാധിക്കുക എന്ന് അവർ ചോദിച്ച സംശയം ന്യായമായൊരു സംശയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ നെയ്യിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, കാരണം അത് ഒത്തിരി പബ്ലിക്കിന് ഗുണപ്രദമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നി. പലരുടെയും മിഥ്യാധാരണയാണ് നെയ്യ് ഭയങ്കരമായിട്ട് കൊളസ്ട്രോളിനെ കൂട്ടുമെന്നുള്ളത്. ഒരിക്കലും ശുദ്ധമായ നറുനെയ്യ്, അതായത് പാല് കാച്ചി ഉറയൊഴിച്ച് കലക്കി തൈരായി ആ തൈരിനെ കലക്കി വേർപെടുത്തി മോരും വെണ്ണയുമായിട്ട് കിട്ടുന്ന ആ സാധനത്തിലെ വെണ്ണ ഉരുക്കിയെടുക്കുന്ന ഉരുക്ക് നെയ്യ് അഥവാ നെറുനെയ്യ് എന്ന് പറയുന്ന നെയ്യ് ഒരു കാരണവശാലും കൊളസ്ട്രോളിനെ കൂട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ കൂട്ടും. കൂടാതെ അത് അഗ്നിദീപ്തകവും കൂടിയാണ്. അഗ്നിദീപ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അത്യാവശ്യം കുഞ്ഞു പിള്ളേർക്കൊക്കെ അത് കൊടുക്കുകയാണെങ്കിൽ കൃമി വരെ അങ്ങനെയൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്ത പലപ്പോഴും പിള്ളേര് ഡോക്ടറെ കൊച്ചൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന അവസരങ്ങളിൽ ഞാൻ കൊടുക്കുന്ന നെയ്യാണ് ഇന്നലെ ഉണ്ടാക്കിയ ഇന്ദുകാന്തം നെയ്യ്. ആ ഇന്ദുകാന്തം നെയ്യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ആ നെയ്യുടെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, കാന്തം കാന്തി, അതായത് ശോഭ. ഇന്ദുവിനെ പോലെ, അതായത് ചന്ദ്രനെ പോലെ ശോഭ ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിനെ അത്രമാത്രം കൂട്ടുന്ന ഒരു നെയ്യാണ് ഈ ഇന്ദുകാന്തം നെയ്യ്. അത് സാധാരണ ഞാൻ കൊടുക്കാറുള്ളത് കുഞ്ഞു പിള്ളേരും മാത്രമല്ല വലിയവർക്കും കൊടുക്കാവുന്നതാണ്. പക്ഷേ കുഞ്ഞു പിള്ളേർ എപ്പോഴും വന്നിച്ച് പറയും കൃമി വരെയാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ജലദോഷമാണ്, കഫക്കെട്ട് മാറിയിട്ട് സമയമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളിൽ അതുങ്ങൾ ഭക്ഷണവും കഴിക്കില്ല, അതുപോലെ വയറ്റിൽ നിന്നും പോവില്ല, വിശപ്പും ഇല്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഇന്ദുകാന്തം നെയ്യ് ചെറിയൊരു ഡോസിൽ രാത്രി കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിക്കുമ്പോഴത്തേക്കും കൊച്ചുങ്ങളുടെ ടെക്സ്ചർ തന്നെ മാറി നമുക്ക് നല്ല റിസൾട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഇന്ദുകാന്തം നെയ്യ്. അത് പലപ്പോഴും ഞാൻ സ്നേഹപാനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നെയ്യും കൂടിയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ഒത്തിരി ഈ കൊറോണ വാക്സിനേഷന് ശേഷം ഒത്തിരി ആൾക്കാർ അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ഒത്തിരി താഴേക്ക് പോയിട്ട് ശരീരത്തിന് ഭയങ്കര ക്ഷീണം ബാധിച്ച്, അതുപോലെ ഓക്സിജനേഷനൊന്നും ഇല്ലാതെ ഭയങ്കര ചുമയും, ഇമ്മ്യൂണിറ്റി ലെവൽ പൊതുവെ എല്ലാ കാര്യം കൊണ്ടും, പിന്നെ കൂടെ പനി വരിക, അവർക്കൊരു ശരീരത്തിനൊരു ഉന്മേഷവും ഇല്ല, ബലവും ഇല്ല, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ വരുന്ന ആൾക്കാരെ ശരിക്കും ഇന്ദുകാന്തം നെയ്യാണ് കഴിക്കാൻ കൊടുക്കുക. എന്തുമാത്രം വ്യത്യാസം വരുമെന്നറിയോ ഇന്ദുകാന്തം നെയ്യ് കഴിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്രമാത്രം ഫലസിദ്ധിയുള്ളൊരു സംഭവമാണ് ഈ സ്നേഹപാനം കൊണ്ട്, ഇന്ദുകാന്തം കൊണ്ട് സ്നേഹപാനം കഴിക്കുക എന്ന് പറയും. ഈ സ്നേഹപാനം എന്ന് പറയുന്ന ഒരു ചികിത്സ നമ്മുടെ ഡീടോക്സിഫൈങ് ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. അതായത് ശരീരത്തെ ക്ലീൻ ചെയ്യുന്ന, സെല്ലുലാർ ലെവലിൽ ബോഡിയെ ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്നേഹപാനം എന്ന് പറഞ്ഞത്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. കാരണം എൻ്റെ അടുത്ത് വന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ പറയും, ഡോക്ടറെ ഇതുപോലെയൊന്നും എവിടെയും ഈ തെറാപ്പിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ പലയിടത്തും ഇങ്ങനെ നെയ്യ് കഴിപ്പിക്കുന്ന രീതിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. മസാജ് ഉണ്ട്, പക്ഷെ നെയ്യ് കഴിക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് പലരും പറയുക. അതുപോലെ തന്നെ പല ഭീകരമായ അസുഖങ്ങൾക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക്, അതായത് പ്രത്യേകിച്ച് കൊറോണ വാക്സിനേഷന് ശേഷം
ഒത്തിരി പേര് വന്ന് പറയുന്ന കംപ്ലൈൻ്റ് ആണ്, പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ല ഡോക്ടറെ, ഒരു ഉന്മേഷവും ഇല്ല, ഒന്നും ചെയ്യാൻ ഒരു എനർജി ഇല്ല, എന്താ പറയുക, ഒരു ശ്വാസം മുട്ടലാണോ, നമുക്കൊരു സ്റ്റെപ്പ് പോലും ഒന്ന് ഓടിക്കയറാനായിട്ട് പറ്റുന്നില്ല, പിള്ളേരോട് ഇച്ചിരി ഒച്ചയിട്ട് വർത്താനം പറഞ്ഞാൽ പോലും നമ്മൾ ക്ഷീണിതരാവുകയാണ്, ആകെ മൊത്തത്തിലൊന്ന് ഡൗൺ ആയേക്കുക. അങ്ങനെയുള്ള അവസരങ്ങളിലും ഞാൻ ചെയ്യുന്ന ചികിത്സയാണ് ഈ ഇന്ദുകാന്തം നെയ്യ് കൊണ്ടുള്ള ഒരു സ്നേഹപാനം. സ്നേഹപാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു ട്രീറ്റ്മെന്റ് അല്ല. കാരണം അത് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളുടെ മുന്നോടിയായിട്ട്, പൂർവകർമ്മമായിട്ട്, അതായത് ഇപ്പം നമ്മുടെ ഒരു മുഷിഞ്ഞ തുണിയാണ് നമ്മുടെ ശരീരം എന്ന് വിചാരിച്ചാൽ ആ തുണിയെ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? സോപ്പിട്ട് കുതിർത്തി പുഴുങ്ങി അലക്കി വെളുപ്പിച്ച് കഞ്ഞി നീലോ മുക്കി തേച്ച് നമ്മൾ അയൺ ചെയ്തിടും ഇല്ലേ? അപ്പോൾ ആ ഡ്രസ്സ് ഇടുമ്പോഴുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമുക്കറിയാലോ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സ്നേഹപാനം കൊണ്ട് സെല്ലുലാർ ലെവലിൽ ബോഡിയെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും സോപ്പിട്ട് കുതിർത്തി വെക്കുന്നതിന് തുല്യമാണ് ഈ സ്നേഹപാനം എന്ന് പറയുന്ന ചികിത്സ. അത് പഞ്ചകർമ്മങ്ങളുടെ പൂർവകർമ്മമായിട്ട്, അതായത് മുന്നേ ചെയ്യുന്ന ഒരു ചികിത്സാവിധി കൂടിയാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലാഘവത്തോടെ തോന്നുമെങ്കിൽ അത്ര ലാഘവത്തോടെ എടുക്കേണ്ട ട്രീറ്റ്മെന്റ് അല്ല എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പക്ഷേ ചെറിയ ഡോസിൽ നെയ്യ് കൊടുത്താൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ അങ്ങേയറ്റം കൂടും. അതുപോലെ ഇതിന് ഓരോ അസുഖങ്ങൾക്കും, അസുഖം എന്തു ആയിക്കോട്ടെ, അതിനെല്ലാം അതിന് പറ്റിയ മരുന്നിട്ട് കാച്ചിയ നെയ്യാണ് നമ്മൾ ഈ സ്നേഹപാനത്തിനായിട്ട് ഉപയോഗിക്കുക. അതായത് മരുന്നുകളെ കഷായം വെച്ച് അതിനകത്ത് ചേർക്കേണ്ടതായ എല്ലാ മരുന്നുകളെയും ഈ നെയ്യിലേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യിലേക്ക് ആവഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നെയ്യും കഷായവും പാലും എല്ലാം കൂടെ അടപ്പത്ത് വെച്ച് വറ്റിച്ച് എടുത്തു കഴിയുമ്പോൾ അവസാനം നെയ്യ് മാത്രമാകും. അതിൻ്റെ മരുന്നുകൾ താഴെ ഡ്രൈ ആയിട്ട് അങ്ങനെ പാകമായിട്ട് മുറുകി വറുത്തെടുത്തിട്ടും നെയ്യ് മാത്രം. അപ്പം ആ മരുന്നുകളുടെ അത്രയും ഗുണം ഈ നെയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് ഓരോ നെയ്കളും എടുക്കുന്നത്, അതും ശുദ്ധമായ നറുനെയ്യിൽ. എന്നിട്ട് ആ നെയ്യാണ് നമ്മൾ പാനത്തിനായിട്ട്, അതായത് ഒരാഴ്ച കൊണ്ടൊരു 1.5 ലിറ്റർ നെയ്യൊക്കെ നമ്മൾ കഴിപ്പിക്കും. അത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച്, ഒത്തിരി ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ, അതുപോലെ രോഗി ബലവാനാണെങ്കിൽ, അതുപോലെ ക്ഷീണിതനാണെങ്കിൽ ഡോസ് ഡോക്ടർ നിശ്ചയിക്കുന്നതാണ്. ഡോക്ടറുടെ കെയർ ഓഫിലാണ് ഇത് ചെയ്യുക, അല്ലാണ്ട് ലാഘവത്തോടെ എടുക്കേണ്ടതുമല്ല. പിന്നെ ചെറിയ ഡോസിൽ രാത്രി അത്താഴപ്പുറമെ, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെയൊക്കെ അത് ചെറിയ ഡോസിലൊക്കെ കൊടുക്കാം. അത് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഒരു പൂർണ്ണമായ സ്നേഹപാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപന്തി എല്ലാ അസുഖങ്ങൾക്കും ഉള്ള വലിയൊരു പരിഹാരമാണ് സ്നേഹപാനം കൊണ്ട് കിട്ടുക.